നമസ്കാരം. 10 വർഷം കണ്ടത് എൻ.ഡി.എ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ട്രെയിലർ മാത്രമാണെന്നും ഇനിയാണ് യഥാർത്ഥ വികസന കുതിപ്പ് കാണാൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ കുന്നംകുളത്ത് എൻ.ഡി.എ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മലയാള വർഷാരംഭത്തിൽ കേരളത്തിലെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇത് വികസനത്തിൻ്റെ വർഷമായി മാറാൻ ബി.ജെ.പിക്ക് വോട്ട് നൽകണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രകടനപത്രികയിലെ പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ചായിരുന്നു മോദിയുടെ വോട്ടഭ്യർത്ഥന. മഹാമാരികളുടെ വാക്സിനുകൾ നമ്മൾ സ്വയം നിർമ്മിച്ചു. വിദേശത്ത് പ്രശ്നങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരിച്ചെത്തിച്ചു. പണ്ട് കൈകെട്ടി നിന്ന ഇടങ്ങളിലെല്ലാം ഇന്ന് ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നു. മോദി സർക്കാർ ഇതുവരെ ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇതുവരെ നിങ്ങൾ കണ്ടത് ട്രെയിലർ മാത്രമാണ്. വരും വർഷങ്ങളിലാണ് വികസനത്തിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാൻ പോകുന്നതെന്നും മോദി പറഞ്ഞു. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് കേരളം. എന്നാൽ ഇവിടെ വിനോദസഞ്ചാര മേഖല വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. വരും വർഷങ്ങളിൽ കേരളത്തിൻ്റെ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കും. അടുത്ത 5 വർഷങ്ങൾ വികസനത്തിനും സംസ്കാരത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. കേരളത്തിനും ഇതിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുമെന്നും മോദി പറഞ്ഞു. ഉത്തരേന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിപ്പിക്കും. എൻ.ഡി.എ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനായുള്ള സർവേ ആരംഭിക്കും. എക്സ്പ്രസ് ഹൈവേ നടപ്പാക്കും. കേരളത്തിലെ റോഡ് വികസനം വേഗത്തിലാക്കും. സ്വന്തമായി വീടില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവർക്ക് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയിലൂടെ വീടുകൾ വെച്ച് നൽകും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-നെ കടന്നാക്രമിക്കാനും പ്രധാനമന്ത്രി തയ്യാറായി. CPM സംസ്ഥാനത്തെ ബാങ്കുകളെ കൊള്ളയടിക്കുകയാണെന്നും മോദി ആരോപിച്ചു. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണ്. പണം നഷ്ടമായവർക്ക് അത് തിരികെ നൽകുമെന്നും കഴിഞ്ഞ 3 വർഷമായി മുഖ്യമന്ത്രി പറയുകയാണ്. എത്ര പേരാണ് ബുദ്ധിമുട്ടുന്നത്? പെൺകുട്ടികളുടെ കല്യാണം വരെ മുടങ്ങുന്നു. പാവങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ എൻ.ഡി.എ സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.